ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ശക്തമായ ചാഞ്ചാട്ടങ്ങൾക്കൊടുവിൽ ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് പോലും ഇന്ത്യൻ ഓഹരി വിപണി മികച്ച ഒരു നേട്ടത്തോടെയാണ് ക്ലോസിംഗ് നടത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നലത്തെ ആ ഒരു തകർച്ചയ്ക്ക് ശേഷം ഇൻവെസ്റ്റേഴ്സിന് ഒരു ആശ്വാസം നൽകുന്ന ഒരു തിരിച്ചുവരവാണ് ഇന്നുണ്ടായത്. അപ്പോൾ ഇന്നത്തെ ഒരു ട്രേഡിംഗ് സെഷനിൽ ഭൂരിഭാഗം സമയവും നിഫ്റ്റി 23,200 മുകളിൽ നിന്നിരുന്നുവെങ്കിലും അവസാന നിമിഷങ്ങളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ശക്തമായി നടന്നതായിട്ട് കാണാം. അപ്പോൾ ഒടുവിൽ 23,114 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ 119 ലെവലിലേക്ക് ഷൂട്ടപ്പ് ചെയ്ത ബ്രന്റ് ക്രൂഡിൻ്റെ പ്രൈസ് ഇന്ന് ഇൻട്രാഡേയിൽ ഒരു ഘട്ടത്തിൽ 105 ലെവലിലേക്ക് താഴ്ന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ വലിയൊരു ആശ്വാസമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ക്രൂഡ് ഓയിൽ ഈ രീതിയിൽ തണുക്കാനുള്ള ഒരു കാരണം. അപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും നടത്തിയ ചില ഔദ്യോഗിക പ്രതികരണങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നെതന്യാഹു നടത്തിയ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം 3 പ്രധാനപ്പെട്ട ഉപാധികളാണ് മുന്നോട്ട് വെച്ചതെന്ന് കാണാം. ഒന്ന്, ഇറാൻ്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക, അതുപോലെ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി തകർക്കുക, അതുപോലെ ഇറാനിയൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുക. ഇതൊക്കെയാണ് ഇസ്രായേലിൻ്റെ യുദ്ധലക്ഷ്യങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രത്യേകിച്ച് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെ ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന് പേരിട്ടിട്ടുള്ള ഈ ഒരു യുദ്ധം തുടരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ ട്രംപിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇറാന്റെ എനർജി ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ ഇനി ആക്രമണം നടത്തില്ലെന്ന് നെതന്യാഹു ഔദ്യോഗികമായിട്ട് അറിയിച്ചതായിട്ടും കാണാം. ഇതേസമയം ട്രംപ് അദ്ദേഹത്തിന്റെ ഓവൽ ഓഫീസിലും കൂടാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നൽകിയിട്ടുള്ള ഒരു പ്രതികരണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാന്റെ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഇനി അത്തരം ആക്രമണങ്ങൾ ചെയ്യരുത് എന്ന് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും ട്രംപ് സൂചിപ്പിച്ചതായിട്ട് കാണാം. അപ്പോൾ ഇറാന്റെ ഒരു സൈനിക ശേഷി പൂർണ്ണമായും തകർന്നു കഴിഞ്ഞാൽ ഒരു വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് പിന്മാറാനാണ് ട്രംപ് ആലോചിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ട്രംപിൻ്റെ ഇടപെടലിനെ തുടർന്ന് ഇനി ഓയിൽ ഫീൽഡുകളിലേക്ക് അല്ലെങ്കിൽ ഗ്യാസ് ഫെസിലിറ്റികളിലേക്കുള്ള ആക്രമണം നടത്തില്ലെന്ന് ഇസ്രയേലുമായിട്ട് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ക്രൂഡിൻ്റെ വില കുറയാൻ കാരണമായിട്ടുണ്ട്. ഇതേപോലെ മറ്റൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത ഈ മേഖലയിൽ നിന്ന് വരുന്നത്, ഇപ്പോൾ ഗ്ലോബൽ ലെവലിൽ ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് വർദ്ധിക്കുന്നത് തടയാൻ കടലിൽ കെട്ടിക്കിടക്കുന്ന ഇറാൻ്റെ എണ്ണ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇറാനുമേൽ ചില ഇളവ് നൽകാൻ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇറാനുമേലെയുള്ള സാങ്ഷൻസ് പൂർണ്ണമായിട്ട് എടുത്തു കളയാൻ അമേരിക്ക ഉദ്ദേശിക്കുന്നില്ല, എന്നാൽ താൽക്കാലികമായ ഇളവുകൾ നൽകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറാൻ കടലിൽ ടാങ്കറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഏകദേശം 14 കോടി ബാരൽ ഇറാനിയൻ എണ്ണ അത് വിപണിയിൽ എത്തിച്ച് വില കുറക്കാനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. ഇത് US ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസന്റാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇറാന് മേലെ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഓയിൽ സാങ്ഷൻസ് അത് കേവലം ഒരു സാങ്ഷൻസ് മാത്രമല്ല, മറിച്ച് ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ പൂർണ്ണമായിട്ട് നിശ്ചലമാക്കാൻ രൂപകൽപ്പന ചെയ്ത വളരെ സങ്കീർണമായ ഒരു ഫൈനാൻഷ്യൽ സാങ്ഷൻസ് നെറ്റ്വർക്കാണ്. അപ്പോൾ അമേരിക്ക ഇവിടെ പ്രധാനമായിട്ട് 2 സാങ്ഷൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് പ്രൈമറി സാങ്ഷൻസ്, അതായത് അമേരിക്കൻ കമ്പനികളോ അതേപോലെ അമേരിക്കൻ പൗരന്മാരോ ഇറാന്റെ എണ്ണ മേഖലയുമായി യാതൊരു ഇടപാടും നടത്താൻ പാടില്ല എന്നതാണ് ഒന്നാമത്തെ പ്രൈമറി സാങ്ഷൻ. സെക്കൻഡറി സാങ്ഷൻ അഥവാ പരോക്ഷമായിട്ടുള്ള സാങ്ഷൻ അത് വളരെ ശക്തമാണ്. ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഏതൊരു വിദേശ രാജ്യത്തെയും അല്ലെങ്കിൽ ഏതൊരു കമ്പനിയെയും അമേരിക്ക അവരുടെ US ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ നിന്ന് പുറത്താക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയിലെ ഒരു കമ്പനി ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ ആ കമ്പനിക്ക് പിന്നീട് അമേരിക്കയുമായിട്ട് ബിസിനസ് ചെയ്യുവാനോ ഡോളർ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താനോ കഴിയുകയില്ല. ഷിപ്പിംഗ് കമ്പനികൾക്കും റെസ്ട്രിക്ഷൻസ് അമേരിക്ക നിശ്ചയിച്ചതാണ്. ഇപ്പോൾ ഇറാൻ്റെ എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് അന്താരാഷ്ട്ര ഇൻഷുറൻസ് ലഭിക്കില്ല. അപ്പോൾ ഇൻഷുറൻസ് ഇല്ലാതെ കപ്പലുകൾക്ക് ഒട്ടുമിക്ക പോർട്ടുകളിലും പ്രവേശിക്കാൻ അനുവാദം കിട്ടുകയില്ല. ഇതുകൂടാതെ ഓയിൽ വാങ്ങാൻ ഉപയോഗിക്കുന്ന പണം അത് കൈമാറാൻ ഇന്റർനാഷണൽ ബാങ്കിംഗ് സംവിധാനമായ സ്വിഫ്റ്റ് ഉപയോഗിക്കാൻ ഇറാനെ അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മണി ട്രാൻസ്ഫർ വലിയ തോതിൽ അസാധ്യമാകുന്നുണ്ട്. അതുപോലെ ഈ ഒരു സാങ്ഷൻസ് മറികടക്കാൻ വേണ്ടി ഇറാൻ ഉപയോഗിക്കുന്ന ഷാഡോ ഷിപ്പുകൾ, അതായത് പേരും ഈ ഫ്ലാഗും മാറ്റിയിട്ട് സഞ്ചരിക്കുന്ന കപ്പലുകൾ, അവയെ കണ്ടെത്താനും അവയ്ക്ക് ടെക്നിക്കൽ സഹായം നൽകുന്ന കമ്പനികളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനും അമേരിക്ക പ്രത്യേക സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാങ്ഷൻസ് ക്രൂഡ് ഓയിൽ മാത്രമല്ല ഒതുങ്ങുന്നത്, റിഫൈൻഡ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും ഗ്യാസിനും പെട്രോ കെമിക്കൽസിനും ഒക്കെ ഈ ഒരു സാങ്ഷൻസ് ബാധകമാണ്.
അപ്പോൾ ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ കടലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇറാന്റെ ഏകദേശം 140 മില്യൺ ബാരൽ എണ്ണ വിപണിയിലെത്തിക്കാൻ ചില ഇളവ് നൽകാനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇറാനോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് ആഗോള വിപണിയിൽ ബാരലിന് $100 മുകളിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഈ ഒരു വില അത് കുറക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തീരുമാനം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 2 നീക്കങ്ങളാണ് ഇന്ന് മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഒരു ഫോൾ ഉണ്ടാവുകയും അത് മൊത്തത്തിൽ മാർക്കറ്റിൽ പോസിറ്റീവായി വരികയും ചെയ്തത്. പക്ഷേ എങ്കിൽ പോലും ഇറാന്റെ ഈ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. അപ്പോൾ ഇതിനുശേഷം ഇപ്പോൾ ഈ ഇനി ആക്രമിക്കില്ലെന്ന് നെതന്യാഹു സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് വീണ്ടും ഇറാനിൽ പുതിയ ആക്രമണങ്ങൾ നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഇരുപക്ഷവും പരസ്പരം ആക്രമണം തുടരുന്നതിനാൽ ഈ ഒരു ഉറപ്പ് എത്രത്തോളം പാലിക്കപ്പെടുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു എനർജി വാറിൻ്റെ ആ ഒരു സാധ്യത എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഉണർവ് അത് ഒരു താൽക്കാലികമായ ആശ്വാസം മാത്രമായി കാണേണ്ടി വരും. അപ്പോൾ ഇത് ഒഫീഷ്യലായിട്ടുള്ള ഒരു സീസ് ഫയറിലേക്ക് പോകാതെ നമുക്കൊരിക്കലും ഗ്ലോബൽ പോസിറ്റീവ് ക്യൂസ് പ്രതീക്ഷിക്കാനാകില്ല. ഇതുകൂടാതെ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത് ഇന്ത്യൻ റുപ്പി അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും താഴ്ന്ന നിരക്കായ 93.57 എന്ന ലെവലിലേക്ക് ഇൻട്രാഡേയിൽ വന്നതായിട്ട് കാണാം. നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിപണിയിൽ ഡോളർ വിറ്റഴിച്ച് പല ഇടപെടലുകളും നടത്തുന്നുണ്ടെങ്കിലും ഈ രൂപയുടെ ഈ ഒരു പതനം തടയാൻ സാധിക്കാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഈ ഒരു ഓയിൽ പ്രൈസിലുണ്ടായിട്ടുള്ള സ്പൈക്കാണ്. കാരണം നമുക്കറിയാം ഇന്ത്യ അതിൻ്റെ എണ്ണ ആവശ്യത്തിൻ്റെ 80%-ലധികവും ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ വില കൊടുത്ത് എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് ഡോളറിലാണ്. ഇത് നമ്മളെ കയ്യിലുള്ള ഡോളർ കൂടുതൽ നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത് രൂപയുടെ മൂല്യം കുറക്കുന്നുമുണ്ട്. ഇതുകൂടാതെ മാർച്ച് മാസത്തിൽ മാത്രം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഏകദേശം 80,000 കോടിക്ക് അടുത്തുള്ള പണം ഓൾറെഡി മാർക്കറ്റിൽ നിന്നും വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവർ ഇത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയ്ക്ക് ഡോളറിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ വൻതോതിൽ ഈ രീതിയിൽ ഡോളറിൻ്റെ ആവശ്യം വരുന്നത് സ്വാഭാവികമായിട്ടും രൂപ കൂടുതൽ വീക്കാവാൻ കാരണമാകുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോൾഡും സിൽവറും ഒക്കെ താഴോട്ടേക്ക് പോയപ്പോൾ US ട്രഷറി ഈൽഡും അതേപോലെ തന്നെ US ഡോളർ ഇൻഡെക്സും മുന്നോട്ടേക്ക് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഡോളർ ശക്തിപ്പെടുന്നതും രൂപയുടെ മൂല്യം കുറയാൻ കാരണമാകുന്നുണ്ട്. ഇതുകൂടാതെ തുടർച്ചയായിട്ട് രൂപയെ സംരക്ഷിക്കാൻ വേണ്ടി ഡോളർ വിറ്റഴിച്ചത് കാരണം ഇന്ത്യയുടെ ആ ഒരു വിദേശ നാണ്യ ശേഖരത്തിൽ നല്ല സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് ഇപ്പോൾ 3 വർഷത്തെ ഏറ്റവും താഴ്ന്ന ലെവലിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ലിമിറ്റേഷൻസ് കാരണം RBIക്ക് കൂടുതലായിട്ട് വിപണിയിൽ ഇടപെട്ടുകൊണ്ട് രൂപയുടെ വില ഉയർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി. അപ്പോൾ നിലവിലുള്ള ഡൊമസ്റ്റിക് ക്യൂസും മാർക്കറ്റിന് എതിരാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത് ചില സെക്ടറുകളിൽ ശക്തമായൊരു തിരിച്ചുവരവ് നടന്നതായിട്ട് കാണാം. അതിലൊന്ന് IT സെക്ടർ, മറ്റൊന്ന് PSU ബാങ്കിങ് സെക്ടർ, അതുപോലെ ഫാർമ സെക്ടർ. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തിയത് IT സ്റ്റോക്കുകളാണെന്ന് കാണാൻ കഴിയും. ഏകദേശം 2% കൂടുതലുള്ള ഒരു മുന്നേറ്റം അവിടെ ഉണ്ടായി. അപ്പോൾ ആ ഇൻഡെക്സിലുള്ള LTI Mindtree, ഒറാക്കിൾ ഫൈനാൻഷ്യൽ സർവീസസ്, ടെക് മഹീന്ദ്ര, പെർസിസ്റ്റന്റ് സിസ്റ്റം, ഇൻഫോസിസ്, HCL ടെക്, എംഫസിസ്, TCS പോലെയുള്ള സ്റ്റോക്കുകളിൽ 2% മുതൽ 3% വരെ ഒരു ആശ്വാസ റാലി നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് പോയത് IT കമ്പനികൾക്ക് തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എപ്പോഴൊക്കെ ശക്തമായ ഫോള് രൂപയിൽ ഉണ്ടാകുമ്പോഴൊക്കെ IT സ്റ്റോക്കുകൾ ഇതേപോലെ തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു ടെമ്പററി ആയിട്ടൊരു എഫക്റ്റാണ്. ഇപ്പോൾ ക്രൂഡ് ഓയിൽ വില താഴുകയും മൊത്തം മാർക്കറ്റ് ശാന്തമാവുകയും ചെയ്യുമ്പോൾ രൂപി അതിൻ്റെ നോർമൽ ലെവലിലേക്ക് വരുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും IT സെക്ടറിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. അതുപോലെ ഇന്ന് PSU ബാങ്കിങ് സ്റ്റോക്കുകളിൽ ശക്തമായി മുന്നേറിയ ഒരു സ്റ്റോക്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏകദേശം 3% കൂടുതലുള്ള റാലി അവിടെ നടന്നിരുന്നു. SBI മ്യൂച്വൽ ഫണ്ട് അവരുടെ IPO നടത്തുന്നതിനായിട്ട് സെബിക്ക് അപേക്ഷ നൽകിയെന്ന വാർത്തയാണ് SBI വേരികൾ ഉയരാനുള്ള ഒരു കാരണം. അപ്പോൾ SBIയുടെ സബ്സിഡിയറി കമ്പനിയായ SBI AMC അഥവാ SBI അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അവരുടെ DRHP സെബിക്ക് സമർപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ ഏകദേശം 10,000 കോടി മുതൽ 12,000 കോടി വരെ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ ഒരു IPO ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ IPO ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് SBIയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും. കാരണം ഈ ഒരു AMCയിൽ ഏറ്റവും അധികം ഹോൾഡിംഗ് സ്വാഭാവികമായിട്ട് SBIക്ക് ആയിരിക്കും. ഇതുകൂടാതെ ടെക്നിക്കലായിട്ടുള്ള ഒരു റീബൗണ്ടും SBIയിൽ നടന്നതായിട്ട് മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ബാങ്ക് നിഫ്റ്റിയിലുണ്ടായിട്ടുള്ള ഒരു കറക്ഷൻ കാരണം SBIയുടെ ഓഹരികളും വലിയ തോതിൽ താഴേക്ക് പോയിരുന്നു. അപ്പോൾ ഇന്ന് മാർക്കറ്റ് പോസിറ്റീവ് ആയപ്പോൾ ആ സപ്പോർട്ട് ലെവലിൽ നിന്ന് SBIയുടെ ഒരു വാല്യൂ ബാങ്ക് ശക്തമായി നടന്നതുകൊണ്ട് ഒരു തിരിച്ചുവരവും അവിടെ ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതേപോലെ തന്നെ ഇന്ന് ശ്രദ്ധ നേടിയ സെക്ടറാണ് ഫാർമ സെക്ടർ. അപ്പോൾ അവിടെ 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ കാണാൻ കഴിയും. ഒന്ന്,
ഒസൻപിക് എന്ന് പറയുന്ന ലോകമെമ്പാടും വൻ തരംഗമായിട്ടുള്ള ഡയബറ്റിക് അതുപോലെ ഒബസിറ്റി പോലെയുള്ള രോഗാവസ്ഥകൾക്കുള്ള ഒരു പ്രധാന മരുന്നായിട്ടുള്ള ഈ ഒരു സമാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന ഈ മരുന്നിൻ്റെ ആ ഒരു പേറ്റൻറ്റ് അത് അവസാനിക്കുകയാണ്. അപ്പോൾ പേറ്റൻറ്റ് അവസാനിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് കമ്പനികൾക്ക് ഈ മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജനറിക് വേർഷൻസ് നിർമ്മിക്കാനുള്ള അനുമതി ഇന്ത്യൻ കമ്പനികൾക്ക് ലഭിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ സൺഫാർമ, സിപ്ല, ഡോക്ടർ റെഡ്ഡി പോലെയുള്ള കമ്പനികൾ ഇതിനോടകം തന്നെ ഇതിൻ്റെ ജനറിക് വേർഷൻസിൻ്റെ പരീക്ഷണങ്ങൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വൻതോതിലുള്ള ഓർഡറുകൾ അമേരിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ ഫാർമ കമ്പനികളുടെ ലാഭം ഇരട്ടിയാകാൻ അത് സഹായിക്കും. ഇതുകൂടാതെ ഫാർമ സ്റ്റോക്കുകളിലുള്ള മുന്നേറ്റത്തിന് മറ്റൊരു കാരണമായി കാണുന്നത് രൂപയുടെ ഡീവാലുവേഷനാണ്. കാരണം രൂപ റെക്കോർഡ് താഴ്ചയിലേക്ക് പോകുമ്പോൾ IT സെക്ടറിനെ പോലെ തന്നെ ഡോളറിൽ ഏൺ ചെയ്യുന്ന ഇന്ത്യൻ ഫാർമ എക്സ്പോർട്ട് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവാണ്. കൂടാതെ നമുക്കറിയാം ഫാർമ എന്ന് പറയുന്നത് ഒരു ഡിഫെൻസീവ് സെക്ടറാണ്. അതായത് യുദ്ധ സാഹചര്യങ്ങളിലും മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകുമ്പോഴൊക്കെ പൊതുവെ ഇൻവെസ്റ്റേഴ്സ് ഒരു സേഫ് ഹെവൺ എന്നുള്ള ഒരു നിലയിൽ ഈ FMCG ഫാർമ സ്റ്റോക്കുകളിലൊക്കെ പണം ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു മുന്നേറ്റവും ഫാർമ സ്റ്റോക്കുകളിൽ നമുക്കെപ്പോഴും കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും അധികം പുട്ട് റേറ്റിംഗ് നടന്നിട്ടുള്ളത് 23,000 എന്ന ലെവലിലാണ്. അപ്പോൾ അതൊരു വലിയൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ലെവൽ തന്നെയാണ്. അപ്പോൾ ഇതിന് താഴെ മാർക്കറ്റ് പോയാൽ തീർച്ചയായിട്ടും അത് വീക്ക്നെസ് ആണ്. കാരണം അത് 22,800 വരെ പോയേക്കാം. ഇനി കോൾ റേറ്റിംഗ് സൈഡിലേക്ക് വന്നാൽ 23,500 ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് ഉള്ളത്. അപ്പോൾ മാർക്കറ്റിൽ ഒരു റിക്കവറി ഉണ്ടായാലും 23,500 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കും. അവിടെ 23,300 ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസുമാണ്. അപ്പോൾ പുട്ട് കോൾ റേഷ്യോ ഇപ്പോൾ 0.91 എന്ന ലെവലിലാണ്. അപ്പോൾ അത് ഓവർസോൾഡ് സോണിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ടെക്നിക്കൽ ബൗൺസ് നമുക്ക് ഈ സമയം പ്രതീക്ഷിക്കാം. അതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യ വിക്സ് ഇപ്പോഴും 20 മുകളിലാണ് നിൽക്കുന്നത്. അത് വലിയൊരു വളറ്റിലിറ്റിക്ക് സാധ്യത ഉണ്ടെന്ന് സൂചന നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പൊതുവെ ഇപ്പോൾ ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ആൻഡ് വാച്ച് മോഡിലാണ് ഇൻവെസ്റ്റേഴ്സ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.